Namaskaram. Positive thoughts makes our life wonderful. Sounds becomes music, movements becomes dance, and life becomes a celebration. ഇന്ന് സൂപ്പർ സ്റ്റാറിന്റെ 50ാം എപ്പിസോഡാണ്. ഈ സന്തോഷ മുഹൂർത്തത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പെർഫോമൻസസിലേക്ക് കടക്കുന്നതിന് മുൻപ് let me welcome the fantabulous panel of judges we have here. Sharat sir, Alphonse sir, Mahati ma'am, welcome to the show judges. Now let me welcome the eminent panel of musicians we have here. Team Music IDയിലെ എല്ലാ ചേട്ടന്മാർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡുവറ്റ് സോങ്സ് റൗണ്ടും ഫോറിൻ ലാംഗ്വേജ് സോങ്സ് റൗണ്ടിലെ പെർഫോമൻസസ് ആണ്. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമർ അഞ്ജു ആണ്. ഇതേപോലെ തന്നെ അഞ്ജു ഒരു അറബിക് സോങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അഞ്ജുന് ആശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം ചെയ്യാം ഓൺ ടു ദി സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഹായ്, ഞാൻ ഫോറിൻ ലാംഗ്വേജ് റൗണ്ടിലാണ് അടുത്തതായി വരാൻ പോകുന്നത്. അറബി സോങ്ങുമായിട്ടാണ് ഞാൻ വരുന്നത്. ഇതുവരെ ഞാൻ പാടി നോക്കിയിട്ടില്ല അങ്ങനെ ഒരു സോങ് ഒന്നും. എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാലും പാടി നോക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
كسولي بحبك قول يا حبيبي الله يا حبيبي انت كيف او كسولولو نسفت اللي دمي وسمعني قلبي نار نسمع منك الكلام وين مخبي المشاعر وين مخبي الكلام قول سمعني قول يا حبيبي منك الكلام وين مخبي المشاعر وين مخبي الكلام قولوا نسفت اللي دمي തലയുടെ ഒക്കെ പുറകോട്ടൊരു ഒരു KSRTC ബസ് നിർത്തിയേക്കുന്ന അത്ര നീളമുണ്ടല്ലോ, എന്താണത്? ഹിദിയന്റെ പണിയാ. ആ പാരയാണിത്. മഴക്കാലമേഘം ഒന്ന് മലരൂഞ്ഞാലാട്ടിയത്, അത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ഇത്രയും കാലം ചിത്തിര പെണ്ണി വിഴികൾ തേടിയത്, ഒരു മൗനം പാടിയത്, അതിൽ മോഹം കൂടിയത്. ഒന്നിലും ഓഹോഹോ എന്ന് പാടുക, അല്ലെ ആഹാ എന്ന് പാടുക. ഓഹഹാ അങ്ങനല്ലല്ലോ. എന്ത് പറ്റി? കൺഫ്യൂസ്ഡ് ആയിരുന്നല്ലോ ചരണി എന്ന്. तुम्हारे ख्वाब में है बसी वो हसीन मूर्ति प्यार की, मिलेगी तुम्हें कभी ना कभी, जरा देखो यहाँ वहाँ. चलो ढूंढते हैं हम तुम कहीं वो करीब और वो नाज़नी जिसे देखो तो कहो तुम वही, अरे ये तो है यहाँ. ലടുക്കിയേ വഹാ കഹാ ഉഹി എന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കടാ. മലയാളത്തിൽ മൈക്കില് जान लो अगर मैं ये कहूँ कि मेरे ख्वाबों में तुम ही तो हो. സോ ദേവിക്ക് ഇങ്ങനെ റൂളിങ് അവിടെ കിടന്ന് അത് മര്യാദക്ക് ചേടാ, നീ ഇനി ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ വന്ന് ഞാൻ ശരിയാക്കാം. ചേട്ടനോട് സുഖമായിട്ട് കൂളായിട്ട് ഇങ്ങനെ യുനോ വെരി കൂൾ സിംഗിങ് ഹി ഹാഡ്. അഞ്ജു, അതെ. എന്നും ചന്ദനമൊക്കെ തൊട്ട് സാരിയൊക്കെ എടുത്തൊരു ഹിന്ദു കുട്ടിയായി കണ്ടിട്ടുള്ള അഞ്ജുവിന് ഇന്ന് ശരിക്കും ഒരു ടിപ്പിക്കൽ അറബിക് വുമൻ വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അറബിക് സോങ് ആദ്യമായിട്ടായിരിക്കും പാടുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ റൗണ്ട് വന്നപ്പം അറബിക് തന്നെ പാടണം എന്ന് ആദ്യമേ മൈൻഡ് സെറ്റ് വന്നോ അതോ? അങ്ങനെയില്ല, അറബി ഇഷ്ടമാണ് കേൾക്കാൻ എനിക്ക്. രണ്ടും വെസ്റ്റേൺ എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. നമുക്ക് ജഡ്ജസിന് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു നോക്കാം. Let me start with ശരത് സർ. ശരത് സർ, അഞ്ജു സർ. നന്നായിരുന്നു അഞ്ജു. താങ്ക് യു സർ. മൊത്തത്തിൽ എന്താ പറയണ്ടേ, അതൊരു നല്ല ഒരു 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 ഓളം ഉണ്ടായിരുന്നു കേട്ടോ അഞ്ജുവിനെ കാണാനും. മൊത്തത്തിൽ ഈ തലയെ കെട്ടിയത് മാതിരി എനിക്കൊരു പനിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു വികാരം തോന്നി കണ്ടിട്ട്. ഞാൻ ഉള്ള സത്യം പറയാമല്ലോ. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടെ കളർഫുൾ ആക്കാമായിരുന്നു കേട്ടോ. അത് എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് തോന്നിയതാ കേട്ടോ. തുപ്പും ഇതൊക്കെ തോന്നി അഞ്ജുവിനെ കണ്ടു. ചുമ്മാ തോന്നുന്നു അത്രയ്ക്ക് രോഗം പിടിച്ചിട്ട്. കുഴപ്പമില്ല. ആ തലയുടെ ഒക്കെ പുറകോട്ടൊരു ഒരു KSRTC ബസ് നിർത്തിയേക്കുന്ന അത്ര നീളമുണ്ടല്ലോ, എന്താണത്? നല്ല ഹിദിയന്റെ പണിയാ. ആ പാരയാണിത്. ഓക്കെ, പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പക്ഷെ ഈ ഇത് കെട്ടിയേക്കുന്ന ഐറ്റത്തിന് ഒരു രോഗലക്ഷണമുണ്ട്. ആ ഒരു ചുമ ഫീലുണ്ട്. ആദ്യത്തെ പാടി വന്നാലോ കൊല്ലു, ഞങ്ങളെയൊക്കെ കൊല്ലുമായിരുന്നു കേട്ടോ. അത് കൈവിട്ടു പോയി. പക്ഷെ ബാക്കിയെല്ലാം എന്താ പറയുക, ഒരു രസമുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തതും അഞ്ചു ഡാൻസ് ചെയ്തതും ഒക്കെ രസമായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ കണ്ടപ്പോൾ നാണവുമായി. അല്ല കളിക്കാൻ വന്ന പിന്നെ കളിച്ചേക്കണം. ഞങ്ങളെ കണ്ട് ഞാണിച്ച് ഞങ്ങൾ അതിനേക്കാളും നാണിക്കും. അൽമുടത്തൊക്കെ നാണിക്കാൻ ഒരു ചാൻസ് തേടി നടക്കുക. ഒരു പടം ചാൻസ് തരുമെന്നല്ല ചോദിക്കുന്നത്, നാടിക്കാൻ ചാൻസ് തരുമോ എന്ന് ചോദിച്ച് നടക്കുക. അപ്പോൾ അത് നമ്മളിവിടെ വന്ന് ചെയ്യുമ്പോൾ കൂളായിട്ട് ചെയ്യാൻ മോളെ, എന്താ കാര്യം ഇറങ്ങിയില്ലേ. പിന്നെ ബീജി അത്രേ ഉള്ളൂ, ചെറിയ ബീജിയാ. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇവിടെ വന്ന് പെട്ടെന്ന് പോവാന്ന് വിചാരിച്ചു. ഇല്ല, അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ പോരാ, ഇത്രയും എനിക്ക് പോരാ, എനിക്ക് കുറച്ചും കൂടെ നീളമുള്ള ഒരു ബീജി എന്തായോ എന്ന് പറഞ്ഞാൽ അവർ കുറേ നേരം കൂടെ വായിച്ചു തരും. ഒരു 16 ബാറെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം. അടാ അതൊന്നും ഒരു ന്യായമല്ല.
അത് ഇതിന് ഈ ഐറ്റത്തിന് ഇച്ചിരി കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടിയാനോ തിരിച്ചത്. ഇത് തീർന്നേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഊന്ന് മീൻകാരൊക്കെ വിളിക്കുന്നതാണ്. അങ്ങനല്ലല്ലോ, അതിനകത്ത് കാര്യമല്ല കേട്ടോ. പക്ഷെ മൊത്തത്തിൽ അഞ്ജു എനിക്കിഷ്ടമായി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരെണ്ണം നമ്മളെ എന്താ പറയണ്ടേ, സെക്കൻഡ് ഹാഫിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. നമ്മുടെ കർണാട്ടിക് പാടുന്നതിന് ഇതിനും ആ ഒരു സ്റ്റൈല് ഇച്ചിരി മിസ്സായി പോയാലും മോള് ആ കൃതിയുടെ ബാക്കിയാണ് ഇവിടെ പാടിയത് കേട്ടല്ലോ. അതുകൊണ്ട് അത് കേട്ടാൽ നമ്മുടെ അറബി അതിൻ്റെ ആ സംഗീതത്തിൻ്റെ ആകൃതി തന്നെ മനസ്സിലാവും നമ്മുടെ കൃതി കാരണം കേട്ടോ. അത് മനസ്സിലാക്കുക കേട്ടോ. അതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അത് കുറച്ചും കൂടെ കീനായിട്ട് അത് നോക്കുക, ഇതാണ് നൈറ്റ് അത് മനസ്സിലാക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തെണ്ടിപ്പോകും. അത് ഇതായിട്ട് സൗണ്ട് ആവും കേട്ടോ. സൂക്ഷിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ. അഞ്ജു, എന്തായാലും അഞ്ജുവിൻ്റെ ലുലു പാട്ട് നന്നായിരുന്നു. കൊള്ളാം. ഇടയ്ക്ക് ഈ നാണം വരുന്നുണ്ട്, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബാക്കി ഏതൊക്കെ പാട്ടുകളിൽ കുറേ ഡാൻസ് ഒക്കെ ചെയ്താണല്ലോ. ഇന്ന് ഒരു ചെറിയൊരു നാണം ഈ തലക്കെട്ടുള്ളതുകൊണ്ടാണോ? അത് ഞാനിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യണം വിചാരിച്ചതാ. അപ്പൊ ഈ വെല്ലി ഡാൻസ് ഒന്ന് ഉദ്ദേശിച്ചേ, പക്ഷെ അത് പിന്നെ ദപ്പാങ്കുത്തിലൊക്കെ ഈ മറ്റേ എന്താ പറയാ, വാല് ഇങ്ങനെ നിവർത്താൻ നോക്കിയ നിവരില്ല എന്ന് പറയില്ലേ? ആ, നായ്ക്കുട്ടിയുടെ വാല് നിവരില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പുകലെ. അപ്പോൾ എന്തായാലും പിന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് വേരിയേഷനൊക്കെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നി പാട്ടിനകത്ത്. സോങ് ആസ് സച്ച് എനിക്ക് തോന്നുന്നു അധികം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു മേ ബി ഒരു മോണോട്ടണസ് ഫീൽ വരാൻ സാധ്യതയുള്ളൊരു. അപ്പം പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും ലൈവ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. കൊള്ളാം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. അഞ്ജു, ഇവർ രണ്ടുപേരും അഞ്ജുവിനെ ഒത്തിരി കളിയാക്കിയല്ലേ? സൂപ്പർ ആയിരുന്നു അഞ്ജു, എനിക്കിഷ്ടമായി. അഞ്ജു ഇങ്ങനെ നമ്മുടെ അഭിരാമി പറഞ്ഞ പോലെ ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു സാരിയൊക്കെ കൊടുത്ത് പാവമായിട്ടുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ ഒരു ഐറ്റം നമ്പർ. സത്യത്തിൽ പറ, ഇത് അറബിയിലുള്ള വല്ല ഐറ്റം നമ്പർ ആണോ? അല്ലല്ലോ. അതൊരു ഐറ്റം പോലെ പാടിയിരിക്കുന്നേ. കണ്ടോ സർ, ഇതാണ് സീക്രറ്റ് ബിഹൈൻഡ് ഹർ ചോയ്സ്. വെറുതെ അല്ല അഞ്ജു ഇത് ചൂസ് ചെയ്തത്. ഞാൻ ചോദിച്ചതായാലും നന്നായി. കളി. ഓക്കെ, എനിവേസ് അഞ്ജു വെരി നൈസ്. ആക്ച്വലി അഞ്ജുവിൻ്റെ വോയിസിൻ്റെ ഹാൻഡ്ലിങ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ പാടാണ് ഇങ്ങനെ പഠിച്ചെടുക്കാൻ. ആ ഒരു ടിമ്പർ, ആ ഒരു ഗമക്കം നമ്മളൊക്കെ ഇങ്ങനെ എന്നെ കൊണ്ട് സത്യമായിട്ടും ഞാൻ കാലങ്ങനെ കൈയും രണ്ടും കൂപ്പി അങ്ങോട്ട് തിരിച്ചു വരും. സോ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ജോണർ വി ആർ യൂസ് ടു സിംഗിങ്. സോ നമ്മുടെ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് എ സംഗതി, ഇതിൽ സംഗതി എന്ന് പറഞ്ഞ ഒരു വാക്ക് എനിക്ക് യൂസ് ചെയ്യാൻ പാടണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദോസ് നുവാൻസസ് നമ്മൾ പഠിക്കുന്നത് വേറെ മാതിരിയാണ് നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യണത്. അതിങ്ങനെ മാറ്റിയെടുത്ത് അവരുടെ സ്റ്റൈൽ ഇങ്ങനെ പാടിപ്പിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ജോബ്, ബട്ട് വെരി നൈസ്ലി സങ്. ഓക്കെ, ശരിക്കും എന്തിനാ ഞങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് നാണിച്ചത്? 2 പ്രാവശ്യം അവിടെയും ചെയ്തു. ഞാൻ ശരി അവിടെ വെറുതെ ഒരു ചമ്മലായിരിക്കും. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഓക്കെ വന്നല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോൾ എന്നിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് ചെയ്തിട്ട് നാണിച്ചു പോയി. അത് ഇതുകൊണ്ടാ ഞാൻ ചെയ്യുമ്പോൾ ഡപ്പാങ്കുത്ത്. അത് ഐറ്റം അഞ്ജു, കറക്റ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ്. ഗുഡ് പെർഫോമൻസ് അഞ്ജു, ടോട്ടലി. താങ്ക് യു ജഡ്ജസ്. അഞ്ജുവിന്റെ അറബിക് സോങ്ങിന് എത്ര മാർക്സ് കിട്ടും നമുക്ക് ചോദിച്ചു നോക്കാം. അഞ്ജു, ഞാൻ തരാമെന്ന് വെച്ചിരുന്നത് ഒരു 19 ആയിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന് ഡാൻസ് ചെയ്തു, പറഞ്ഞതനുസരിച്ച്. പിന്നെ തിരിച്ചു പോയത് അൽഫോൺസിനും ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഇവിടെ വന്ന് തെന്നിയതാണ് എനിക്കിഷ്ടമായത്. കാല് ആ ഗ്ലാസ്സിൽ മൊത്തത്തിൽ ഞങ്ങൾ 3 ത്രിമൂർത്തികളെയും തൃപ്തിപ്പെടുത്തിയതുകൊണ്ട് എൻ്റെ മാർക്ക് അതിൽ നിന്ന് മാറ്റി ഞാൻ 21.5 മാർക്ക് തരും. 21.5 on 25. അൽഫോൻസ് ചേട്ടാ. എന്തായാലും നല്ല അർത്ഥമുള്ള പാട്ടെടുത്തുകൊണ്ട് വന്നതിന് 21.5.
21.5 again on 25. Mahati ma'am. 22 Anju. 22 on 25. അപ്പോൾ ടോട്ടൽ 65 on 75. നല്ല സ്കോറാണ്. ഇനി തേർഡ് സ്റ്റേജിൽ ഒരു പെർഫോമൻസ് കൂടി ബാക്കിയുണ്ടല്ലേ. സോ നന്നായി തന്നെ ചെയ്യണം. ഓൾ ദി വെരി ബെസ്റ്റ് അഞ്ജു. ഡുവറ്റ് സോങ്ങുമായി ശരണ്യ ഒരുങ്ങിയിരിക്കുകയാണ് അടുത്തതായി പാടാൻ. ബട്ട് ബിഫോർ ദാറ്റ് വി ഹാവ് ടു ടേക്ക് എ വെരി ഷോർട്ട് വൈൽ ഓഫ്. സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. ഇപ്പോൾ അഞ്ജുവിന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടത്. അടുത്തതായി ഡുവറ്റ് സോങ്സ് റൗണ്ടിൽ പാടാൻ ഒരുങ്ങിയിരിക്കുന്നത് ശരണ്യാണ്. നമുക്ക് ശരണ്യയും പാർട്ട്ണറെയും കൂടെ ഡാൻസേഴ്സിനെയും സ്വാഗതം ചെയ്യാം ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഇനി എൻ്റെ ഡുവറ്റ് സോങ്സ് റൗണ്ടാണ്. ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്നത് സതീഷ് ചേട്ടനാണ്. ഞങ്ങളിതിൽ പ്രേമാഭിഷേകം എന്ന ഫിലിമിലെ മഴക്കാല മേഘം എന്ന പാട്ടാണ് പാടുന്നത്. വാണി ജയറാമും യേശുദാസും ആണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, പെർഫോം ചെയ്തും പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. മഴക്കാലമേഘം ഒന്ന് മലരൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. മഴക്കാലമേഘം ഒന്ന് മലരൂഞ്ഞാലാട്ടിയത്, അത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ഇത്രയും കാലം ചിത്തിര പെണ്ണി മിഴികൾ തേടിയത്, ഒരു മൗനം പാടിയത്, അതിൽ മോഹം കൂടിയത്. പകർന്നത് ഉടൽ വഴി കലർന്നത്, തല മുതൽ കാൽ വരെ കുളിരണിയാ. എനിക്കായി തുടുക്കുമി മലരിനെ മറക്കണോ? മഴക്കാലമേഘം ഒന്ന് മലരൂഞ്ഞാലാട്ടിയത്, ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ആഹായൻ തോളത്ത് മാങ്കനി ചാ
കൊതിച്ചത് 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 തരുന്നത് കഴിഞ്ഞത് മറന്നിടൂ നിനക്കിനി ഞാൻ. കാമൻ മീട്ടും സംഗീതം പ്രേമത്തിൻ സന്ദേശം തൊടെ തൊടെ തളിർത്തിടും ലത പോലെ പടർന്നിടും. മഴക്കാലമേഘം ഒന്ന് മലരൂഞ്ഞാലാട്ടിയത് ഇത് തേടി തേടി തന്നെ ഒരു ജീവൻ വാടിയത്. ഇത്രയും കാലം ചിത്തിര പെണ്ണി മിഴികൾ തേടിയത്. ഒരു മൗനം പാടിയത് അതിൽ മോഹം കൂടിയത്. ശരണ്യ, ഭയങ്കര കളർഫുൾ ആയിരുന്നു കാണാൻ. നിങ്ങളെ ശ്രദ്ധിക്കണോ ഡാൻസേഴ്സിനെ ശ്രദ്ധിക്കണോ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരുന്നു. കൊടയൊക്കെ വെച്ചിട്ട് ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ. ഈ ചേട്ടനെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരൂ. ചേട്ടൻ്റെ പേര് സതീഷ് എന്നാണ്. ചേട്ടൻ പ്രൊഫഷണൽ സിംഗറാണ്. ചേട്ടനിപ്പം പ്രൊഫഷണലി മ്യൂസിഷ്യൻ മാത്രമാണോ അതോ യു ഹാവ് വേറെ എന്തെങ്കിലും? ഞാൻ ഒരു ഇലക്ട്രോണിക് ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ചേട്ടൻ ബിജിൻ ഓഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഈ ഹോം തിയേറ്റർ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതും സംഗീതത്തിന് റിലേറ്റഡ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ശരണ്യയുടെ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സ്റ്റേജിൽ, സൂപ്പർ സ്റ്റാറിന്റെ സ്റ്റേജിൽ വന്ന് പാടിയപ്പോ? എന്തോ പറയാനെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ കൂടുതൽ ആരെയും കുഴപ്പിക്കുന്നില്ല. ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം കമന്റ്സ്. ശരത് സർ. ശരണ്യ, സർ, രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. താങ്ക് യു. സതീഷ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇതാരാണ് പാട്ട് സെലക്ട് ചെയ്തത്? നമുക്ക് നമ്മൾ തന്നെ സ്വയം? അമ്മ. അമ്മ. ഓക്കെ, കൊള്ളാം, നല്ല രസമുള്ള പാട്ടാണ്. ഇത് ഏത് ഫിലിമിലാന്നറിയാം നമുക്ക്? പ്രേമാഭിഷേകം. സംഗീത സംവിധായകൻ ഗംഗൈ അമരൻ. അറിയാം. അപ്പോൾ എനിക്ക് തോന്നി ഇപ്പം ആ തുടക്കം പാടിയില്ലേ ലാലല്ല, അവിടെയൊക്കെ മോള് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവണം. എന്തോ ഒരു സ്ഥലം ഉളുക്കി പോയിട്ടുണ്ട്. അതങ്ങനെയല്ലല്ലോ എൻ്റെ ഒറിജിനൽ. പിന്നെ ഒരു കാലത്ത് വമ്പൻ ഹിറ്റുകളാണ് ഈ നീലവാന ചോലയിലൊക്കെ, ഇത് ഫിലിമിലുള്ളതാണ്. നീതൊടും വേളയിലൊക്കെ കൂടെ കുറച്ചും കൂടെ ക്ലാരിറ്റി വേണം പാടുമ്പോൾ. സംഗതികൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവം കൃത്യമായിട്ട് കൊണ്ടുവരണം. ശരണ്യ നന്നായിട്ട് പാടുന്ന കുട്ടിയാണല്ലോ. എന്ത് പറ്റി ശരണ്യക്ക്? സാർ, എൻ്റെ വോയിസ് കൺട്രോൾഡ് അല്ലാന്ന് തോന്നി. ഓവർ പ്രാക്ടീസ്. കണ്ട, ഇതിനെ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു സാർ. ആ ശ്രുതി കറക്റ്റ് ആവാൻ ഞാൻ കുറേ നേരം ഇതിൻ്റെ മെയിൻ ശ്രുതിന്ന് 2 ശ്രുതി കൂട്ടി ഞാൻ പാടി, അതുകൊണ്ടായിരിക്കും. എന്തിനാ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല, നേർച്ച ഉണ്ടായിരുന്നു 2 ഘട്ടം കൂട്ടി പാടാം. ആ ശ്രുതി കറക്റ്റ് ആവാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തേ. അത് തെറ്റാണെന്ന് ഇപ്പം മനസ്സിലായി. ഇല്ല, എനിക്ക് മനസ്സിലായല്ലോ മോളെ. ഇതിൽ ഒറിജിനൽ ശ്രുതി എന്ന് മാറ്റി 2 ഘട്ടം കയറ്റി പിടിച്ചു. എന്തിന്? എന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് ആ ശ്രുതി കൺട്രോൾഡ് അല്ലാന്ന് തോന്നി. അപ്പം ഇങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് ഞാൻ തന്നെയാണ്. അതിപ്പോ തെറ്റാണെന്ന് തോന്നിയോ? അത് മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഇതെന്താണ് പിന്നെ എന്നുള്ള ഫ്രേസ് കഴിഞ്ഞിട്ട് ഓ ഹഹാ എന്ന് പാടിയത് എന്തായിരുന്നത്? രാക്ഷസന്മാരൊക്കെ പാടുന്നതാണോ? ഒന്നിനും ഓഹോഹോ എന്ന് പാടുക, അല്ലെ ആഹാഹാ എന്ന് പാടുക. ഓഹഹാ അങ്ങനല്ലല്ലോ. എന്ത് പറ്റി? കൺഫ്യൂസ്ഡ് ആയിരുന്നല്ലോ ചരണിന്ന്. ചരണി വിചാരിച്ചോണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചരണിയുടെ കയ്യിൽ നിന്ന് പോകാം. നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്. എന്തോ തെറ്റായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. റോങ് പ്രാക്ടീസ് ചെയ്ത് കുളവായി പോയ കുറേ പാട്ടുകാരെ എനിക്കറിയാം. മോള് ചെയ്യരുത് കേട്ടോ. ആരുടെങ്കിലും അടുത്ത് വ്യക്തമായിട്ട് സംഗീതത്തിനെ പറ്റി ഒരു ധാരണയുള്ള പാടുന്നവരടുത്ത് ചോദിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാര്യം അവർക്കേ മോളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാടാതിരുന്നിട്ട് ചുമ്മാ എഴുതി പഠിച്ച് ഇന്നത് ചെയ്താൽ ഇന്നത് നടക്കുമെന്നൊക്കെ എഴുതി പഠിച്ചവരുടെ അടുത്ത് പോകരുത്. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയവരുടെ അടുത്ത് പോയി ചോദിക്കുക കേട്ടോ. അതേപോലെ മോളെ മൊത്തത്തിൽ ഒരു രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയണ്ടേ, അവർ പുറകെ കുടയും മുമ്പിലും കുട. അപ്പം മൊത്തത്തിൽ കുടയുടെ ഒരു പരസ്യമായിരുന്നു അത് കേട്ടോ. അപ്പോൾ അതൊക്കെ രസമാണ്. മോള് ചിരിച്ച് രണ്ടുപേരും കൂടെ ഇൻട്രാക്ട് ചെയ്തൊക്കെ രസമായിരുന്നു. പക്ഷെ പാട്ട് കുറച്ചും കൂടെ മോള് ശരണ്യെ പോലുള്ളൊരു കുട്ടി വന്ന് പാടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ
ഒരു നല്ല പെർഫോമൻസ് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് നിങ്ങൾ വളർന്നില്ലെങ്കിൽ ഞങ്ങൾക്കും അത് വിഷമമാണ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ മോളെ. ശരിയായിക്കൊള്ളണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ചേട്ടാ. ശരണ്യ സതീഷ്, വളരെ നല്ല ഒരു പാട്ട്, ഒരു ഹിറ്റായിട്ടുള്ളൊരു സോങ്ങാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ കുറേ കേട്ടിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് എടുത്ത് നന്നായിട്ട് പാടാൻ ശ്രമിച്ചു. സതീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു, ഭയങ്കര ഇഷ്ടമായി. എല്ലാ ഫുൾ എനർജിയൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചായിരുന്നു. ശരണ്യ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരണ്യ വീണ്ടും വീണ്ടും മറന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് തന്നെ ചെവിയിൽ വിരലടിച്ച് കയറ്റി. എന്തു പറ്റി? ശ്രുതി. അത് ആ കാര്യം നമ്മൾ കയ്യോടെ മാറ്റണം. ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? റിയാലിറ്റി ഷോ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ശരത്തേട്ടൻ ശക്തമായിട്ട് പറഞ്ഞല്ലേ, വിരലിതിലൂടെ കയറ്റി ഈ പുറത്തോട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞ് എത്രയും നാൾ കഴിഞ്ഞും ഇപ്പോഴും അറിയാതെ ആ സംഭവം കയറി വരുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റണം. ഭയങ്കര വൃത്തികേടാണ് അങ്ങനെ പെട്ടെന്ന് നമ്മൾ കാണുമ്പോഴത്തേക്കും. സിംഗിങ് വോയിസ് ഈ പറഞ്ഞ പോലെ ശരത്തേട്ടൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ചില ഭാഗങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഒരു പെർഫെക്റ്റ് റെൻഡറിങ് വന്നതായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇടയ്ക്ക് സ്റ്റെപ്പ് ഇടാൻ ശ്രമിച്ചു അല്ലേ? ആ പഴയ സ്റ്റെപ്പ് ആളെയും പഠിപ്പിച്ചു അല്ലേ? ഒരു ഇച്ചിരി സ്റ്റെപ്പൊക്കെ ഒന്ന് മാറ്റി പുതിയ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചു തരാൻ പറയണം നമ്മുടെ വിനു സാറിനോട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ചെന്തെങ്കിലും പുതിയത് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കോസ്റ്റ്യൂമൊക്കെ നല്ലതായിരുന്നു, നല്ല ബ്രൈറ്റ് കളേഴ്സ്. പിന്നെ അതുപോലെ കുടയൊക്കെ പിടിച്ചുകൊണ്ടുള്ള സംഭവങ്ങളൊക്കെ നന്നായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒരു എനർജറ്റിക് കാര്യം വെച്ചാൽ ശരണ്യയുടെ ഇതുപോലത്തെ അല്ല, നല്ല ഉഗ്രം പെർഫോമൻസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയണത്. അത് വീണ്ടും വീണ്ടും കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. എന്തായാലും സതീഷ്, താങ്ക് യു സോ മച്ച് അത്രയും സപ്പോർട്ട് ചെയ്തതിന് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ചേട്ടാ. മഹതി മാം. ശരണ്യ ഹായ് മാം. നന്നായി പാടി ശരണ്യ. സതീഷ് ചേട്ടാ നന്നായി പാടി. ശരണ്യ, എനിക്ക് ബേസിക്കായിട്ട് ശരണ്യയുടെ ഒരു ചെറിയ പ്രോബ്ലം എന്ന് തോന്നിയത് ശരണ്യക്ക് കോൺഫിഡൻസ് ഇത്തിരി കുറവായിരുന്നു. ശരണ്യയുടെ വോയിസ് ഇന്ന് കേൾക്കാൻ ഒത്തിരി ഷ്രില്ലായിരുന്നു. ഒരു വെയിറ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു നൂല് പോലെ ഇങ്ങനെ കിടക്കുന്ന പോലെ എനിക്ക് തോന്നി. ശരണ്യക്ക് തോന്നിയോ? തോന്നി. വെരി ഗുഡ്. ഓക്കെ. അതേപോലെ സെക്കൻഡ് ചരണത്തിലും പൂ പോലെ നീ നുള്ളാൻ വാട്ട് എവർ ആ പോർഷനും ഇറ്റ് വാസ് നോട്ട് സെറ്റിൽഡ്. ടോട്ടൽ ഇറ്റ് വാസ് കൈൻഡ് ഓഫ് അൺസെറ്റിൽഡ് ശരണ്യയുടെ പോർഷൻസ്. ബട്ട് സതീഷ് ഏട്ടൻ അടിച്ചു പൊളിച്ച് അവിടെ എല്ലാം തകർത്തു. വെരി നൈസ് ഇറ്റ് വാസ്. ആൻഡ് ആ കൊടയുടെ കോൺസെപ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. ഓവറോൾ ദി ആക്ട് ഓഫ് ഡാൻസിങ് ആൻഡ് ഓൾ ദാറ്റ് വാസ് വെരി നൈസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ശരണ്യ. ടേക്ക് കെയർ. പ്ലീസ് ഡോണ്ട് ഡു റോങ് പ്രാക്ടീസ്. ഓക്കെ. താങ്ക് യു ജഡ്ജസ്. ശരണ്യയുടെ ഡുവറ്റ് സോങ്സ് റൗണ്ടിൽ എത്ര മാർക്സ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ശരത് സർ. ശരണ്യ 19. 19.5 on 25. Alphonse ചേട്ടാ. 19.5. 19.5 on 25. Mahati ma'am. 19.5. 19.5 on 25. Total 58.5 on 75. ശരണ്യയുടെ അങ്ങോട്ടുള്ള റൗണ്ട്സ് നന്നായി തന്നെ പാടണം. ജഡ്ജസ് പറഞ്ഞ എല്ലാ കമന്റ്സും ഇംപ്രവൈസേഷന് വേണ്ടിയിട്ടാണ്. സോ ഡു വെൽ. താങ്ക് യു സതീഷ് ചേട്ടാ ശരണ്യനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതിൽ. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമർ ദേവികയാണ്. പക്ഷെ ദേവികയുടെ പെർഫോമൻസ് കാണാൻ ഒരു ചെറിയ കാത്തിരിപ്പിന്റെ ആവശ്യമുണ്ട്. സോ സ്റ്റേ ട്യൂൺ ടു സൂപ്പർ സ്റ്റാർ. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമർ ദേവികയാണ്. ദേവിക ഡുവറ്റ് സോങ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ദേവിക ആൻഡ് ഹർ പാർട്ട്ണർ ഓൺ ടു ദ സ്റ്റേജ് ഓഫ് സൂപ്പർ സ്റ്റാർ. ഡ്യുവറ്റ് റൗണ്ടിൽ എൻ്റെ കൂടെ പാടാൻ എത്തിയിരിക്കുന്നത് എൻ്റെ സ്വന്തം ചേട്ടൻ, അതായത് ദേവ് പ്രകാശാണ്. ഞങ്ങൾ പാടാൻ പോകുന്ന പാട്ട് ദിൽ ചാത്താ ഹേ എന്ന മൂവിയിലെ ജിസെ ഢൂണ്ട്താ ഹൂം മൈ, ആ പാട്ടാണ്. എൻജോയ് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കണം.
जिसे ढूंढता हूँ मैं हर कहीं, जो कभी मिली मुझे है नहीं, मुझे जिसके प्यार पर हो यकीन, वो लड़की है कहाँ। जिसे सिर्फ मुझसे ही प्यार हो, जो ये कहने को भी तैयार हो, सुनो तुम ही मेरे दिलदार हो, वो लड़की है कहाँ। तुम्हारे ख्वाब में है बसी वो हसीन मूर्ति प्यार की, मिलेगी तुम्हें कभी ना कभी, जरा देखो यहाँ वहाँ। चलो ढूंढते हैं हम तुम कहीं, वो करीब और वो नाज़नी, जिसे देखो तो कहो तुम वही, अरे ये तो है यहाँ। अगर मैं ये कहूँ कि मेरे ख्वाबों में तुम ही तो हो, जान लो मेरा अरमान है कि मेरे साथ ही अब तुम रहो। तुम्हें धोखा लगता है हो गया, मुझे है समझ लिया, जाने क्या न मैं हूँ परी न मैं अप्सरा, अब तुम ना ये गुमा। ढूंढता हूँ मैं हर कहीं, जो कभी मिली मुझे है नहीं, मुझे जिसके प्यार पर हो यकीन, वो लड़की है कहाँ। अगर मैं ये कहूँ कि मेरे ख्वाब में तुम ही तो हो, जान लो मेरा अरमान है कि तेरे साथ ही अब तुम रहो। मुझे तुमने क्या ये समझा दिया, मेरे दिल को जैसे धड़का दिया, मेरे तन बदन को पिघला दिया, वो सुनाई दास्तां। ढूंढता हूँ मैं हर कहीं, जो कभी मिली मुझे है नहीं, मुझे जिसके प्यार पर हो यकीन, वो लड़की है कहाँ, वो लड़की है यहाँ, वो लड़की है कहाँ, वो लड़की है यहाँ, वो लड़की है कहाँ, वो लड़की है यहाँ, वो लड़की है कहाँ, वो लड़की है यहाँ। ദേവിക, യെസ്, ഡുവറ്റ് സോങ്സ് റൗണ്ടിൽ ചേട്ടനെ കൊണ്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അതെ. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ എല്ലാവരുടെയും കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഡാൻസ് കാണാൻ. നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി തരൂ, ബെന്നി ഡയലിനെ പോലെ ഇരിക്കുന്ന ഈ ചേട്ടന്. ചേട്ടൻ എൻ്റെ
എൻ്റെ ചേട്ടനാണ്, മൂത്തതാണ്. ചേട്ടൻ എൻ്റെ ചേട്ടനാണ്. ദേവ് പ്രകാശ് എന്നാണ് പേര്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിക്കുന്നു. ബാക്കി ചേട്ടൻ പറയും. എറണാകുളത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് പാഷൻ. പാഷൻ. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചു നോക്കാം ഈ പെർഫോമൻസിന്റെ കമന്റ്സ്. ശരത് സർ. ദേവിക, സർ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. ഈ മൊട്ടക്കാട്ടിനെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? എറണാകുളത്ത് എവിടെയാണ്? ആ, ഇത് ദേവികയുടെ ഓൺ ബ്രദറാണ്. അതെ, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ ബ്രദർ. അത് അന്ന് പറഞ്ഞ ബ്രദർ അതല്ല, അത് കുഞ്ഞമ്മയുടെ മോൻ. അല്ല, അത് ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദർ ഡിബേറ്റ് പാടാൻ വരും. ആ ബ്രദറാണല്ലേ ഈ ബ്രദർ. ബ്രദറിന് വണക്കം. നന്നായിരുന്നു കേട്ടോ ബ്രദർ, എനിക്കിഷ്ടമായി പാടിയത്. ദേവിക കൊള്ളായിരുന്നു കേട്ടോ. മൊത്തത്തിൽ കാറിൽ പോകാനും ബസ്സിൽ പോകാനൊന്നും പൈസ ഇല്ലാതെ വരുമ്പം പാട്ട് നല്ലതാണ്. പറന്നങ്ങ് പോവാം. അല്ല മൊത്തം ഇങ്ങനെ ചെറുകെട്ടടിയല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ രസിച്ച യഹായോ വഹായോ ഏതാണ്ട് പറഞ്ഞിട്ട് ഉടനെ ചേട്ടൻ പറന്നോ, ഇനി നമ്മുടെ പറക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ദേവികയുടെ ഉത്തരവ് കിട്ടാൻ വേണ്ടി അടിയൻ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് ചെയ്യാൻ തുടങ്ങും. അതിലും ഞാൻ രസിച്ച ഒരു ഐറ്റം, അതുവരെ ഹിന്ദിയിൽ ലടുക്കിയേ വഹാ കഹാ കുഹി എന്നൊക്കെ ചോദിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കടാ മലയാളത്തിൽ മൈക്കിൽ നമ്മളെ മൈക്ക് മാറ്റണ്ടേ. ആ അങ്ങോട്ട് പോ. അതുവരെ ഹിന്ദിയിൽ ലടുക്കിയേ വഹാ കഹാ നഹി എന്നൊക്കെ ഈ ഉഹി എന്നൊക്കെ ഇവിടുന്ന് ഉത്തരവൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോടാ മൈക്ക്. എന്നാൽ പിന്നെ അങ്ങ് ചോദിച്ചാൽ പിന്നെ പെണ്ണെവിടെ എന്ന്. അത് ഇതൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അല്ല വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഞാൻ എന്താ പറയുക, ഒരു രസം ഉണ്ടായിരുന്നു നമ്മളെ മൊത്തത്തിൽ. ആ പാട്ടിൻ്റെ ഒരു ഓളം ഉണ്ടല്ലോ. വലിയ സംഭവ വികാസങ്ങളൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അതൊരു കൂളായിട്ട് പറന്നങ്ങ് പോയി പാട്ട്. ഓക്കെ, അതൊരു സുഖം ഉണ്ടായിരുന്നു. പിന്നെ ദേവി കുറച്ചും കൂടെ എന്താ പറയണ്ടേ, കുറച്ചും കൂടെ ഇപ്പം ചേട്ടൻ പാടുമ്പോൾ കൂളായിട്ട് പാടി നിന്ന് യാതൊരു ടെൻഷനും ഇല്ലാതെ ഇവരൊക്കെ നമ്മളെ എന്തൊരു ചെയ്യാൻ എന്ന് പറഞ്ഞ് കൂളായിട്ട് നിന്ന് പാടി. ദേവിക അതല്ല, ഇവരൊക്കെ നമ്മളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞിട്ട് പാടി. ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ കൂൾ ആറ്റിറ്റ്യൂഡാണ് വേണ്ടത് കേട്ടോ. അതുകൊണ്ട് നല്ല രസം. പക്ഷെ ഞാൻ രസിച്ചു. എനിക്ക് ദേവികയുടെ ബ്രദറിനെ ഇഷ്ടമായി. ആ ഷേപ്പും സാധാരണ ഞാൻ മുട്ടയാക്കി നമ്മൾ തലയിൽ ഇതൊന്നും എടുക്കത്തില്ല. ഇത് വന്ന ഉടനെ തന്നെ നഗ്ന സത്യം അങ്ങ് കാണിച്ച് മുടിയില്ലെന്നുള്ളത്, അതൊക്കെ എനിക്കിഷ്ടമായി. അതൊരു രസമാണ് മൊത്തത്തിൽ കാണാനും. ഒരു ജുംജുമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. അൽഫോൻസ് ഏട്ടാ? എന്തായാലും നല്ല ഗുംഗുമായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ പേര് എന്താ പറഞ്ഞു? ദേവ് പ്രകാശ്. എനിക്ക് തോന്നിയത് ദേവിക മനസ്സിലിങ്ങനെ ഇനി അടുത്തിങ്ങനെ ചെയ്യണമല്ലോ, ചേട്ടൻ അത് ചെയ്യുമോ, അങ്ങനൊക്കെ ഒരു ചെറിയ സംഭവം ഇങ്ങനെ മനസ്സിൽ കൂടെ പോണ പോലെ തോന്നി. ഒരു ഡയറക്ടറുടെ റോള് ത്രൂ ഔട്ട് മനസ്സിൽ കൂടെ പോണ്ടായിരുന്നു തോന്നുന്നു. ചേട്ടൻ ഡാൻസ് കളിക്കാറുണ്ടോ? ഗതികെട്ടാൽ പുലി ഡാൻസും കളിക്കും പറഞ്ഞ പോലെ. ഓക്കെ, കൊള്ളായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയൊരു സാധനം മനസ്സിൽ കിടക്കുന്നതിൻ്റെ ഒരു ഇത് മാത്രം. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു. പാടിയതും നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡാൻസേഴ്സ് വളരെ നന്നായിരുന്നു കേട്ടോ. ഓൾ ടുഗദർ ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അൽഫോൻസ് ഏട്ടാ. മഹതി മാം. ദേവിക നല്ല രസമായിട്ടുണ്ടായിരുന്നു. ദേവികയുടെ ബ്രദർ വെരി നൈസ് സിംഗിങ്, നൈസ് ആറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞ അഭിരാമി പറഞ്ഞ പോലെ എനിക്ക് ബെന്നീനെ കാണുന്ന പോലെ ഉണ്ടായിരുന്നു. ദേവിക ശരിക്കും എനിക്ക് ദേവിക എൻ്റെ ബ്രദർ മര്യാദയ്ക്ക് പാടണമല്ലോ, ഞാൻ പറഞ്ഞൊക്കെ സംഭവങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ ഒരു ചെറിയ പ്രീ ഓക്യുപ്പേഷൻ കിടക്കുന്നുണ്ടായിരുന്നു. ട്രൂ? അതുണ്ട് മാം. ഞാനിങ്ങനെ സമാധാനിപ്പിക്കുന്ന ഒന്നുമില്ല, നമുക്കിങ്ങനെ ചെയ്യാം, എന്നെ നോക്കിയാൽ മതി എന്നൊക്കെയുള്ള രീതിക്ക് അഡ്ജസ്റ്റ്മെന്റ് പോകാന്നൊക്കെ പറഞ്ഞു. വീട്ടിൽ ഭയങ്കര ആളാ അല്ലേ? ചുമ്മാ അറിയാം. ഇപ്പൊ ഇവിടെ തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് സത്യാവസ്ഥ. ഒരു പ്രസ്ഥാനമാണെന്ന് തോന്നുന്നല്ലേ, കുട്ടി പ്രസ്ഥാനം. സോ ദേവിക്ക് ഇങ്ങനെ റൂളിങ് അവിടെ കിടന്ന് അത് മര്യാദക്ക് ചേടാ, നീ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിൽ വന്ന് ഞാൻ ശരിയാക്കാം എന്ന് പറഞ്ഞ് ഇത് ചെയ്യോ, അത് ശരിക്കും ചെയ്യോ എന്ന് പറഞ്ഞ ഒരു
പ്രീ ഓക്യുപ്പേഷൻ ആയിരുന്നു. ചേട്ടനോട് സുഖമായിട്ട് കൂളായിട്ട് ഇങ്ങനെ വെരി കൂൾ സിംഗിങ് ഹി ഹാഡ്, നൈസ് പിച്ചിങ്, വെരി നൈസ് ടോൺ ആൻഡ് നൈസ് കൂൾ ആറ്റിറ്റ്യൂഡ്. ദേവികയ്ക്ക് ഇതെല്ലാം കയറിയിട്ട് ദേവികയുടെ സിംഗിങ് ഒത്തിരി ടെൻസ്ഡ് ആയി പോയി. ഓക്കെ, ദാറ്റ് പ്രീ ഓക്യുപ്പേഷൻ ഷോഡ് ഇൻ യുവർ സിംഗിങ്, ഇറ്റ് വാസ് നോട്ട് വിത്ത് ഈസ്. ഒരു ദേവിക്ക് എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ആറ്റിറ്റ്യൂഡ്, അതിലും ആ ടെൻഷൻ പ്രീ ഓക്യുപ്പേഷനിലും ദേവികയുടെ ആറ്റിറ്റ്യൂഡ് അബൌട്ട് ദ സോങ് വാസ് ഗുഡ്. പക്ഷേ ഈ ഒരു ചെറിയ പ്രീ ഓക്യുപ്പേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, സോ ദാറ്റ് വാസ് ഓൺലി തിങ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് വോ ലഡ്കി ഹേ യേ വഹാ whatever യഹാ വഹാ ദാറ്റ് ഇന്റർചേഞ്ചസ് ദ ലാസ്റ്റ് പോർഷൻ. അവിടെയാണ് അയ്യോ സോങ് കഴിഞ്ഞു, അവനെല്ലാം മര്യാദയ്ക്ക് ചെയ്തു, താങ്ക് ഗോഡ് എന്ന് പറഞ്ഞൊരു ഒരു ആശ്വാസം അതിൽ കണ്ടു. അതായിരുന്നല്ലേ മനസ്സിൽ? ഓക്കെ, എനിഹൗ നൈസ്. ഐ ഓൾവേസ് ലവ് ടു ഹാവ് ബ്രദേഴ്സ്. എനിക്ക് അങ്ങനെ ആരും ഇല്ല. എനിഹൗ, ഗോഡ് ബ്ലെസ് യു ബോത്ത്. ഗുഡ് പെർഫോമൻസ്. താങ്ക് യു ജഡ്ജസ്. നിങ്ങളുടെ ഈ പെർഫോമൻസിന് എത്ര മാർക്സ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. ശരത് സർ 22 marks. 22 on 25. Alphonse Seta 22. 22 on 25. Mahati ma'am It was so cute, totally. So 22.5. Thank you. 22.5 on 25. For total 66.5 on 75. നല്ല സ്കോറാണ്. ബെനിരാലിനെ പോലെ നോക്കുന്ന ചേട്ടനെ കൊണ്ടുവന്നിട്ട് വെറുതെ ആയില്ല, തകർത്തിട്ട് തന്നെയാണ് പോകുന്നത്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്ത പെർഫോമൻസസ് നന്നായി തന്നെ ചെയ്യുക. ചേട്ടാ, താങ്ക് യു ഫോർ കമ്മിങ് ഡൗൺ. ആഘോഷങ്ങൾ എന്നും നമ്മുടെ ഉള്ളിൽ വർണ്ണാഭമായ ഓർമ്മകൾ കൊണ്ട് നിറയ്ക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി കളർഫുൾ മെമ്മറീസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ വീണ്ടും വരുന്നത് വരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം ദ ഹോൾ ടീം ഓഫ് സൂപ്പർ സ്റ്റാർ. Get ready 'cause I had enough. I see it all, I see it now. I got the eye of the tiger, I'm a fighter, dancing through the fire. 'Cause I am a champion, and you're gonna hear me roar louder, louder than a lion. 'Cause I am a champion, and you're gonna hear me roar. കൺകതളിത്തേനെ കണ്ടവളെ കട്ടെടുത്ത പട്ടുനിലാവേ കനവിൻ തോണി കൂട്ടു തുഴഞ്ഞോളെ കുളിരും കായൽ കാറ്റിലുലഞ്ഞോളെ കടവിൽ